തിരുവനന്തപുരം കവടിയാർ കൊട്ടാരത്തിൽ കവർച്ച നടന്നെന്ന് പരാതി. 2 കോടി രൂപയുടെ സ്വർണ്ണാഭരണങ്ങൾ മോഷണം പോയതായി ഗൗരി ലക്ഷ്മിബായി നൽകിയ പരാതിയിൽ പേരൂർക്കട പോലീസ് സ്റ്റേഷൻ കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. പക്ഷേ നമ്മളെ സംബന്ധിച്ച് തിരുവനന്തപുരം നഗരത്തിൽ ഇത്രയധികം വലിയൊരു കവർച്ച, അതും ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഏറ്റവും സുരക്ഷിത മേഖലയായി കരുതുന്ന കവടിയാർ കൊട്ടാരത്തിൽ നടന്നു എന്നുള്ളതാണ് ഏറ്റവും ഞെട്ടിക്കുന്ന വിവരം. മാത്രമല്ല 2 കോടി മൂല്യമുള്ള സ്വർണം കവർന്നതായിട്ടാണ് പരാതി. ഇതിൽ പരമ്പരാഗതമായി കൈമാറിയിട്ടുള്ള വജ്രം പതിച്ചിട്ടുള്ള ആഭരണങ്ങൾ അടക്കമുണ്ട് എന്നുള്ള സൂചനകൾ ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട്. കഴിഞ്ഞ ദിവസമാണ് ഗൗരി ലക്ഷ്മി ഭായ് ഇതുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതി നൽകുന്നത്. ആ പരാതി പിന്നീട് ഒരു പ്രാഥമിക എസ്റ്റിമേറ്റ് ഒക്കെ പൂർത്തിയാക്കി പേരൂർക്കട പോലീസിൽ കൈമാറുകയായിരുന്നു. പേരൂർക്കട പോലീസ് ഇക്കാര്യത്തിൽ വിശദമായ അന്വേഷണം ഇപ്പോൾ നടത്തിവരികയാണ്. പോലീസിൽ നിന്ന് പ്രാഥമികമായി ലഭിക്കുന്ന സൂചന അനുസരിച്ച് ഇത് കൊട്ടാരത്തിനകത്തെ ഒരു പ്രധാനപ്പെട്ട മുറിക്കുള്ളിലെ അലമാരയിൽ സൂക്ഷിച്ച വസ്തുവകകളാണ്. ഇതിന് ഏതാണ്ട് 2 കോടിയിലധികം രൂപ മൂല്യം വരും എന്നുള്ളൊരു പ്രാഥമിക വിലയിരുത്തൽ പോലീസിനെ സംബന്ധിച്ചിട്ടുണ്ട്. മാത്രവുമല്ല ഇത് ഏത് തരത്തിലാണ് മിസ്പ്ലേസ്ഡ് ആയത് എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. സാധാരണഗതിയിൽ അതങ്ങനെ കൊട്ടാരത്തിലെ എല്ലാവരും കൈകാര്യം ചെയ്യുന്ന വസ്തുവകകളല്ല, മറിച്ച് അത് സുരക്ഷിതമായ ഒരു സ്ഥലത്തേക്ക് സൂക്ഷിച്ച വസ്തുവകകളാണ്. അതിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ പരമ്പരാഗതമായി കൈമാറിയിട്ടുള്ളവയുണ്ട്. മാത്രമല്ല ഈ സർക്കാർ നികുതിയേതര എന്ന വസ്തുക്കളിലേക്കും തരംതിരിച്ചപ്പോഴൊക്കെ കിട്ടിയിട്ടുള്ള വസ്തുക്കളുണ്ട്. കൂടാതെ ഇവർ അതല്ലാതെ കൊട്ടാരത്തിലെ ആളുകൾ അല്ലാതെ ഉപയോഗിച്ചിരുന്ന ആഭരണങ്ങൾ അടക്കമുള്ള കാര്യങ്ങളും ഈ അലമാരിക്കകത്ത് ഉണ്ടായിരുന്നു എന്നുള്ള സൂചനകൾ പുറത്തേക്ക് വരുന്നുണ്ട്. ഏതായാലും വളരെ പുരാതനമായിട്ടുള്ള പരമ്പരാഗതമായി കൈമാറിയിട്ടുള്ള വജ്രം പതിച്ചിട്ടുള്ള ആഭരണങ്ങൾ, അതേപോലെ തന്നെ മറ്റു ചില സ്വർണ്ണങ്ങൾ, അത് ഈ പറയുന്ന പുറത്തേക്ക് വിദേശത്ത് നിന്നടക്കം കൊണ്ടുവന്ന സ്വർണ്ണങ്ങൾ അക്കാര്യത്തിൽ ഉണ്ട് എന്ന തരത്തിലേക്കുള്ള സൂചനകൾ പുറത്തേക്ക് വരുന്നുണ്ട്. അതിന്റെ നിലവിലത്തെ ഒരു എസ്റ്റിമേറ്റ് ആണ് ഈ 2 കോടിയിലധികം രൂപ എന്ന് പറയുന്നത്. പക്ഷേ അതിനൊക്കെ അപ്പുറത്തേക്ക് ആ തുക ഉയർന്നേക്കാം എന്നുള്ള സൂചനകൾ പുറത്തേക്ക് വരുന്നുണ്ട്. ഇത് ആരെങ്കിലും എടുത്ത് മാറ്റിയതാണോ അതല്ലെങ്കിൽ അത് പൂർണ്ണാർത്ഥത്തിൽ കവർച്ച ചെയ്യപ്പെട്ടാണെന്നൊക്കെയുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ പേരൂർക്കട പോലീസ് അന്വേഷിച്ചു വരുന്നത്. സുരക്ഷിത മേഖലയാണ്. മാത്രമല്ല ഈ പോലീസിന്റെ അടക്കം സർവൈലൻസ് എപ്പോഴും ഉള്ള ഒരു സ്ഥലമാണ്. അത് കൊട്ടാരത്തിന്റെ അകത്തെ ഒരു മുറിക്കകത്തുള്ള അലമാരയിൽ നിന്നാണ് ഇതിപ്പോൾ കാണാതായത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം.